കലോത്സവ വേദികളിൽ ഏറ്റവും കൂടുതൽ കാണികളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ കയ്യടി നേടുന്ന ഒരു കലാരൂപമാണ് ഓട്ടംതുള്ളൽ. നമുക്കറിയാം, ഒരു ക്ഷേത്ര കലയാണ്, പ്രാചീന കലാരൂപമാണ്. അമ്പലങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് വേദികളിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കലാരൂപമാണെന്ന് തന്നെ പറയാം. എനിക്ക് പിന്നിൽ കാണുന്നത് അതിനായി അണിഞ്ഞൊരുങ്ങേണ്ട കച്ചകളാണ്. എന്തുകൊണ്ടാണ് ഇതിവിടെ കിടക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ഇവർക്ക് വസ്ത്രം മാറാനോ മേക്കപ്പ് ചെയ്യാനോ ഒരു മുറി, അല്ലെങ്കിൽ പെൺകുട്ടികളടക്കം പങ്കെടുക്കുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ അവർക്ക് മിതമായ സൗകര്യങ്ങളിൽ ഈ പൊതു ഇടത്തിലാണ് ഇവർ റെഡിയാവുന്നത്. അതിൻ്റെ മാഷുമാരാണ് നമുക്കൊപ്പം എന്നുള്ളത്. സാംസ്കാരിക നഗരമാണ് നമ്മുടെ തൃശ്ശൂർ. ഇവിടെ തുള്ളലിന് ഈ ഒരു ചാൻസ് മതിയോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രീൻ റൂം ഇല്ല ഇവിടെ ഗ്രീൻ റൂം ഇല്ല. പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും വെളിയിൽ നിന്നിട്ടാണ് ഡ്രസ്സൊക്കെ മാറുകയും മേക്കപ്പ് ചെയ്യുകയും. ഞങ്ങൾ കച്ച കെട്ടിയത് ഈ മരത്തേൽ കൂടി കെട്ടിയിട്ടാണ് കച്ചയൊക്കെ കെട്ടിയത്. അതുപോരാ, തുള്ളലിനോട് എങ്ങനെ ഒരു അവജ്ഞ പോരാ. പിന്നെ ആ ഉള്ള സാഹചര്യത്തിൽ അവരെങ്ങനെയൊക്കെയോ വന്ന മത്സരം ആ സമയത്ത് നടത്തിക്കൊണ്ട് കഴിച്ചു പോകണ്ടേ. കേരളത്തിൻ്റെ ജനകീയ കലാരൂപത്തിനോടാണ് ഈ ഒരവസ്ഥ കാണിച്ചിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഞാനൊരു 50 വർഷക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു ഗ്രീൻ റൂം അലോട്ട് ചെയ്തിട്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ എടുക്കാം. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇതിനു വേണ്ടി ഗ്രീൻ റൂം തന്നിട്ടില്ല. വില തരേണ്ടവർ തന്നെ ഇത് വില തരാതെ വീണ്ടും ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഓട്ടംതുള്ളൽ കലാകാരന്മാർ ഈ ചരിത്രത്തിൽ ഇത്ര കാലമായിട്ട് ഒരു ഒന്നാം വേദിയിൽ അവതരിപ്പിക്കാൻ ഓട്ടംതുള്ളൽ മത്സരം കൊണ്ടുവരാൻ ഇവിടുത്തെ സംഘാടകർക്ക് പറ്റിയിട്ടില്ല. ആരുടെയും സംഘാടകരോട് ചോദിച്ചിരുന്നോ, പരാതി പറയുകയോ ചെയ്തിരുന്നു? ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ സ്റ്റേജിൻ്റെ ചുമതലയുള്ള ടീച്ചേഴ്സിനോട് സംസാരിച്ചിരുന്നു. അവരങ്ങോട്ട് ഫോൺ ചെയ്യുന്നു, ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നു, കുറച്ച് മെസ്സേജ് അയക്കുന്നു, നോക്കട്ടെ എന്ന് പറയുന്നു. സമയം പോകുമല്ലേ, ഇതേ കയറാൻ സമയമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മേക്കപ്പ് റൂം ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് റൂം ഇല്ലാത്തതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക മത്സരത്തിനെത്തിയിട്ടുള്ള പെൺകുട്ടികൾ തന്നെയാവുമല്ലേ. ഒരാൾ മത്സരം കഴിഞ്ഞു നിൽക്കുന്നുണ്ട്, ഒരാൾ മത്സരത്തിന് വേദിയിലേക്ക് കയറാനായിട്ട് നിൽപ്പുണ്ട്. നമ്മ എന്ന് പറയേണ്ടത് കച്ച കെട്ടുമ്പോൾ അതിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ചുറ്റും ആൾക്കാർ വന്ന് നിൽക്കും. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു സ്ഥലം കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ടായി. മോളിപ്പോൾ മത്സരം കഴിഞ്ഞിട്ട് നിൽക്കുക അല്ലേ? ഇവിടെ തന്നെ ചേഞ്ച് ചെയ്തിരുന്നത്. പ്രൈവറ്റ് ആയിട്ടൊരു സ്പേസ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഓഫീസിൻ്റെ മുമ്പിൽ പോയി അവിടെ ഷോളൊക്കെ മറിച്ച് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും സംസ്ഥാനതല കലോത്സവമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കുറവ് തന്നെയാണത്. ഈ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ നിന്ന് വേഷം മാറി ഇതുപോലെ കച്ചയൊക്കെ കെട്ടിത്തൂക്കി വളരെ കഷ്ടപ്പെട്ട് ഈ പൊരി വെയിലത്തിരുന്ന് മേക്കപ്പ് ഇട്ടിട്ടാണ് ഇന്ന് ഓരോ കുട്ടിയും വേദിയിലേക്ക് കയറുന്നത്. ഏറെ പ്രതീക്ഷയുമായി എത്തിയതാണ് വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ. പക്ഷേ നിരാശരായി വേദിയിലേക്ക് കയറേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. സംഘാടന പിഴവെന്ന് തന്നെ പറയേണ്ടി വരും. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.